ഈ ജിമ്മ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് ഇതൊന്നും എന്നെക്കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അൽഹംദുലില്ലാ വാസ്തവത്തിൽ ഞാൻ അതിൽ ജോയിൻ ആയിട്ട് ഈ 9 മാസത്തിൽ എൻ്റെ ബോഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം. കാരണം ഞാൻ ഷുഗറിന് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു, അതേപോലെ വെരിക്കോസിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല എനിക്ക്, ഞാൻ അതൊന്നും കഴിക്കാറില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഞാനിത് തുടങ്ങിയിട്ട് 9 മാസത്തിൽ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളാണ് എൻ്റെ ബോഡിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴായെങ്കിലും ഞാനിപ്പോൾ ഒരു ദിവസം പോലും ഞാൻ ഒഴിയാതെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന്, കാരണം എനിക്ക് അതിൻ്റെ നല്ല ഗുണം എനിക്ക് കൂടെ കൊണ്ടതാണ്. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ പൈസ ചിലവാക്കണോ എന്നല്ല പറയുന്നത്. കാരണം നമ്മളെ ജീവിതത്തിൻ്റെ അതായത് ഒരു ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കൊണ്ടുപോകണം. കാരണം ഇപ്പോൾ ജിമ്മെന്ന് മാത്രമല്ല, ഏതൊരു വ്യായാമമായെങ്കിലും നമ്മൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അത് നടക്കുന്നതായാലും ശരി, നമുക്ക് നടന്ന ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നടന്നാൽ തന്നെ ഏകദേശം നമ്മളെ ബോഡിക്കുള്ള ഏകദേശം വ്യായാമം നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ജിമ്മിലാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ട്രെയിനറുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ട്രെയിനർമാരെ പറയുകയാണെങ്കിൽ അയാളെന്ന് വെച്ചാൽ എല്ലാം നമ്മളെ പിന്നിൽ നടന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ട്രെയിനറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാവരും പറയുന്നത്, എല്ലാ ചെറുപ്പം നിങ്ങൾ രാവിലെ നിങ്ങൾ കിടന്നുറങ്ങണ്ട, ഒരു മണിക്കൂർ നിങ്ങൾ എണീറ്റ് വന്നിട്ട് ഈ വ്യായാമം ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ജീവിതത്തിലുള്ള എല്ലാ അസുഖങ്ങളെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ അസുഖത്തിന് പറയണ്ട. കാരണം ഇപ്പോൾ നമ്മളെല്ലാം ഭക്ഷണം കഴിച്ചിട്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രി കറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഈ ഭക്ഷണമെല്ലാം രാത്രിയാണൊക്കെ കഫേ ആയാലും റെസ്റ്റോറൻ്റ് ആയാലും രാത്രിയെല്ലാം എത്രയോ സമയം തുറന്നു വെക്കുന്നത്. നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാർക്ക് അവിടെ പോയി ഇരുന്നിട്ട് ശരിക്ക് ഈ ഭക്ഷണവും കഴിച്ചിട്ട് എൻജോയ് കഴിഞ്ഞ് അവർ രാവിലെ വന്ന് കിടന്നുറങ്ങി പിന്നെ എണീക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ മൊത്തം കൊഴുപ്പും ഇതും അടിച്ചു കൂടിയിട്ട് നമുക്ക് തന്നെ കാണാം. ഇപ്പോൾ ഈ കാലത്ത് തന്നെ നമുക്ക് കാണുന്നുണ്ട് എല്ലാം മരിച്ചു വരുന്നത് ചെറുപ്പക്കാരാണ്, അല്ലാതെ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല. എല്ലാം ചെറുപ്പക്കാർ ഹാർട്ട് അറ്റാക്കായും വേറെ പല അസുഖങ്ങളും വരുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം നമുക്ക് പ്രത്യേകിച്ചിട്ട് വ്യായാമമില്ല. പിന്നെ നമ്മളെ ഭക്ഷണ രീതി, നമ്മളെ ജീവിതത്തിൻ്റെ ശൈലി, ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ശരിക്ക് നമ്മൾ ഒരു വ്യായാമം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മളെ ജീവിതം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ നന്നായിട്ട് പറ്റും. എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ.